ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാ ദിവസം ഇന്ന് 10. ഇന്നത്തെ വിഷയം ഭരദ്വാജ മഹർഷിയുടെ ദർശനം, ചിത്രകൂടത്തിലെ പർണശാല, ദശരഥ മഹാരാജാവിന്റെ വിയോഗം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ഗുഹന്റെ ഭക്തിയും ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗംഗ കടന്ന് വനയാത്ര തുടരുന്നതും നാം കേട്ടു. ഇന്ന് അവരുടെ വനവാസ ജീവിതത്തിന്റെ ആദ്യ അധ്യായവും അയോധ്യയിലെ ദുഃഖവും കേൾക്കാം. ഗംഗ കടന്ന ശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും പ്രയാഗത്തിലെ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. മഹർഷി അവരെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കിഴങ്ങുകളും പഴങ്ങളും ഒക്കെ നൽകി സൽക്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമ, നീ സാധാരണ മനുഷ്യനല്ല. ലോകത്തെ ധർമ്മം പഠിപ്പിക്കാനാണ് നിന്റെ അവതാരം. അദ്ദേഹം വനവാസത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായ ചിത്രകൂട പർവ്വതത്തിലേക്ക് പോകാൻ ഉപദേശിച്ചു. ഭരദ്വാജ മഹർഷിയുടെ അനുഗ്രഹം വാങ്ങി അവർ ചിത്രകൂടത്തിൽ എത്തിച്ചേർന്നു. അവിടം അതിമനോഹരമായിരുന്നു. മലകളും നദികളും പുഷ്പങ്ങളും പക്ഷികളുടെ ഗാനവും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യം. ലക്ഷ്മണൻ തന്റെ കൈകൊണ്ട് ഒരു മനോഹരമായ പർണശാല നിർമ്മിച്ചു. ശ്രീരാമൻ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ലക്ഷ്മണ, നീ പണിത ഈ ചെറിയ കുടിലാണ് ഇന്നെനിക്ക് അയോധ്യയിലെ കൊട്ടാരത്തേക്കാൾ പ്രിയപ്പെട്ടത്. സീതാദേവിയും സന്തോഷത്തോടെ വനജീവിതം സ്വീകരിച്ചു. മൂവരും പ്രഭാതത്തിൽ നദിയിൽ സ്നാനം ചെയ്തു. ഋഷിമാരെ സന്ദർശിച്ചു. പൂജയും ധ്യാനവും നടത്തി ലളിതമായ ജീവിതം നയിച്ചു. അവരുടെ ജീവിതത്തിൽ ആഡംബരമില്ലായിരുന്നു, പക്ഷേ സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. അതേസമയം സാരഥി സുമന്ത്രൻ അയോധ്യയിൽ തിരിച്ചെത്തി. ശ്രീരാമൻ വനത്തിലേക്ക് പോയെന്നറിഞ്ഞ ദശരഥ മഹാരാജാവ് തകർന്നുപോയി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാമ, എന്റെ മകനെ, ഒരിക്കൽ പോലും നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഒരു രഹസ്യം കൗസല്യാദേവിയോട് പറഞ്ഞു. യൗവനകാലത്ത് വേട്ടയാടാൻ പോയപ്പോൾ വെള്ളം കുടിക്കുന്ന ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരമ്പെയ്തു. എന്നാൽ അത് ഒരു ശ്രവണകുമാരൻ എന്ന ഭക്തനായ യുവാവിനെയാണ് തുളച്ചത്. അന്ധരായ മാതാപിതാക്കൾ മകന്റെ മരണത്തിൽ ദുഃഖിച്ച് ദശരഥനെ ശപിച്ചു. ഞങ്ങളെ പോലെ നീയും മകന്റെ വിരഹത്തിൽ ദുഃഖിച്ച് ജീവൻ വിടും. ആ ശാപം ഇപ്പോൾ ഫലിക്കുകയാണെന്ന് ദശരഥന് മനസ്സിലായി. രാമനെ ഓർത്തുകൊണ്ട് രാമ രാമ എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അയോധ്യ മുഴുവൻ ദുഃഖത്തിലായി. ഇന്നത്തെ ആത്മീയ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്, ദശരഥന്റെ ജീവിതം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. കർമ്മഫലത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതോടൊപ്പം അവസാന നിമിഷത്തിലും അദ്ദേഹം ഉച്ചരിച്ചത് രാമ എന്ന നാമമായിരുന്നു. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുന്നത്, രാമനാമം ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയമാണെന്ന്. ഹേ ശ്രീരാമ, ഞങ്ങളുടെ ജീവിതത്തിൽ ധർമ്മത്തിന്റെ വഴിയിൽ നടക്കാനും നല്ല കർമ്മങ്ങൾ ചെയ്യാനും ഓരോ നിമിഷവും നിന്റെ നാമം സ്മരിക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമേ. ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ. നാളെ നമുക്ക് ഭരതന്റെ അയോധ്യയിലേക്കുള്ള മടക്കം, ദശരഥന്റെ വിയോഗവാർത്ത, കൈകേയിയോടുള്ള ഭരതന്റെ കോപം, രാമനെ തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനങ്ങളെ കുറിച്ച് കേൾക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.